ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ്. ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ഫിഡൽ. ഹായ് ഫിഡൽ. ഹായ്. ലുക്കിംഗ് വെരി 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 ഹാൻസം. താങ്ക് യു. താങ്ക് യു. അപ്പം ഫിഡൽ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ R.D. ബർമൻ, മഞ്ജുരു സുൽത്താൻപുരി കോമ്പിനേഷൻ ആണ് രാത് കലി ഏക ഖാബ് മേ ആയി. അപ്പം ഫിഡൽ നന്നായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കണം. ഓൾ ദ ബെസ്റ്റ് ഫിഡൽ. താങ്ക് യു. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. रात कली एक ख्वाब में आई और गले का हार हुई. रात कली एक ख्वाब में आई और गले का हार हुई. सुबह को जब हम नींद से जागे आंखों ही से चार हुई. रात कली एक ख्वाब में आई और गले का हार हुई. चाहे कहो इसे मेरी मोहब्बत, चाहे हसीने उड़ा दो. ये क्या हुआ मुझको खबर नहीं, हो सके तुम ही बता
ഓസം പെർഫോമൻസ് ഫിഡൽ. എന്ത് രസമായിരുന്നല്ലോ കേട്ടിരിക്കാൻ. ആൻഡ് വിഷ്വലി നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, I'll start with Anu beta. Fidel. Hi sir. To be very honest, Fidel ജൂനിയർ ഐഡലിൽ പാടിയ പാട്ടുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, സോ ക്ലോസ് ടു ദ ഒറിജിനൽ. അതിന്റെ ഫീൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൺവേ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോനെ. ബിക്കോസ് ഞാൻ ഈ പാട്ടിന്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. കിഷോർ ദായുടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ വരുന്ന ഒരു പാട്ടുകളൊന്നും ഒരുപാട് പാട്ടുകൾ ആ മഹാൻ പാടിയിട്ടുണ്ട്. ആൻഡ് ഈ റൗണ്ടിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ കോമ്പിനേഷൻ രാഹുൽ ദേവ് ബർമൻ ആൻഡ് മജ്റൂ സുൽത്താൻപുരി. എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച രണ്ട് മഹാരഥന്മാരാണ്. അവരുടെ ഈ ഒരു ജെം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇത് പാടിയ ഫിദലിന് 1000 നന്ദി. അത് മാത്രമല്ല, ഈ പാട്ട് അങ്ങനെയൊന്നും റിയാലിറ്റി ഷോസിൽ ആരും പാടിയിട്ടില്ല. ബിക്കോസ് സാധാരണ ഒരു 3-4 സ്ഥിരമായിട്ടുള്ള കിഷോർ കുമാറിന്റെ കുറച്ച് പാട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മുസാഫർ അല്ലെങ്കിൽ ചിങ്കാരി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ അത് വരുമെന്നല്ലാതെ ഈ പാട്ട് അത്ര പാടി കേട്ടിട്ടില്ല. And thank you for presenting this song. Thank you, and sir. The feel was very beautiful, very very beautiful. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. I'm so honored by your singing. Thank you for that. ഫിഡൽ, ചേച്ചി, ഇത് കുളിഞ്ഞ് എന്ത് പറയാൻ. ഫിഡലിന്റെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഈ പാട്ട്. അനുവ് പറഞ്ഞ വളരെ കറക്റ്റാണ്. എല്ലാവരും കേൾക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷനിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാറില്ല. എപ്പോഴും ഒരു മുസാഫിർ അല്ലെങ്കിൽ മറ്റേ ബഡി ദൂർസെ ഇതൊക്കെയാണ് സ്ഥിരം. ഒരു പഴയ ഹിന്ദി പാട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എടുത്തിടുന്ന സെലക്ഷൻ ഇതാണ് അല്ലെ. അതിൽ നിന്നൊക്കെ നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട്, എനിക്കൊന്ന് ഫിഡലിന് ഹിന്ദി പ്രൊനൗൺസിയേഷൻ വരെ, പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഇച്ചിരി അത്ര കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ എന്നാലും മോൻ ഹിന്ദി പാടുമ്പോൾ എന്താ നമുക്ക് വളരെ സിമിലാരിറ്റി തോന്നും. മോന് ഹിന്ദി പാട്ടുകൾ കൂടുതൽ കുറച്ചുകൂടെ യോജിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ചെറുപ്പത്തിലോട്ട് കേൾക്കും പാടാറൊക്കെ ഉണ്ടോ? മോനാണോ ഹിന്ദി മതി ഈ കോമ്പിനേഷൻ റൗണ്ടിൽ എന്ന് പറഞ്ഞത്? അനുവേട്ടനും മനസ്സിലായി. അനുവേട്ടൻ ഇങ്ങനെ എല്ലാം മനസ്സിലാക്കുന്നവൻ. മോൻ വളരെ മനോഹരമായിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ പാട്ട്. ബാക്കില് മറ്റൊരു രാത്രി സമയമൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോഴും നമ്മുടെ പ്രോഗ്രാമും രാത്രിയിലാണ്. അപ്പൊ എന്തായാലും രാത്രിയിൽ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാം മറന്ന് ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വിരുന്ന് തന്നെ ഈ ഗാനത്തിലൂടെ മോന് കൊടുക്കുവാൻ സാധിച്ചു കേട്ടാ. തൊപ്പി കാരണം കാണാവോ എന്നെ? ശരി, നല്ല തൊപ്പി കേട്ടാ. ഇത് ആ പഴയ ഒരു ഹിന്ദി സ്റ്റൈല് വരാൻ വേണ്ടിയാണോ വെച്ചത്? എവിടുന്ന് കിട്ടി? പെട്ടെന്ന് സംഘടിപ്പിച്ചാൽ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണോ ഇത്? ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ നമ്മള് പാടത്തൊക്കെ ഇറങ്ങുന്ന ഒരു തൊപ്പി ഉണ്ടല്ലോ, അതിന് പറയുന്നത് എന്താണ്? പാള. പാളയല്ലല്ലോ അല്ലേ? അല്ലല്ലോ, ശരി, ഓക്കെ. ഫിഡൽ, ഹായ് സാർ. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതിമനോഹരമായിട്ട് പാടി കേട്ടോ. ഫ്ലോലെസ് സിംഗിങ് ആയിരുന്നു. എനിക്ക് തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. മറിച്ച് അതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റി മോൻ. 100% അതിനോട് നീതി പുലർത്തി. ഈ കോമ്പിനേഷനിൽ ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. ഒരേ സമയം സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകളും ക്വാളിറ്റിയുള്ള പാട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ് R.D. ബർമൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കിഷോർ കുമാർ അദ്ദേഹം പാടിയിട്ടുണ്ട്. മജ്റൂ സുൽത്താൻപുരി ഒരു 1-2-3 തലമുറകൾ പാട്ടെഴുതിയിട്ടുള്ള ആളാണ് മജ്റൂ സുൽത്താൻപുരി. അപ്പോൾ ഇവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുള്ള പക്ഷെ റെയർ ആയിട്ടുള്ള ഒരു പാട്ട് മുൻ പാടി മനോഹരമായിട്ട് പാടി കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. ഫിഡൽ എന്നീ റൗണ്ട്സിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. Anu beta, I'll start with you on 30. Mane, I give you 28.75 out of 30. And style, attitude and performance is very good. ഈ പാട്ടിന് വേണ്ട ഒരു appearance as well as diction as well as rendering മൂന്നും തന്നു. സോ 4 out of 4. ആൻഡ് വളരെ പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുമ്പോൾ ഒരു സിമ്പിൾ സോങ് അല്ലേ എന്ന് തോന്നും. പക്ഷേ പാട്ടിന്റെ സിംപ്ലിസിറ്റി അല്ല അതിൽ കാര്യം. അത് നിങ്ങൾ റെൻഡർ ചെയ്യുന്ന ഒരു ഫീലാണ്, നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു ഇമോഷൻ. That was 200% justified. Thanks a lot. Thank you, sir. Thank you, Anu beta. Reem Chechi. 28.5. Thank you, Chechi. Feel 3 on 3. Thank you, Chechi. Thank you, Chechi. B cheta. 28.5 on 30 and the expression 2.75. Thank you, sir. Thank you, B cheta. Fidel, your total score is 95.5 on 100. Fidel, ഇപ്പം ഹൈ സ്കോർ ആണല്ലേ.
ഇപ്പൊ ഇത്രയും പെർഫോം ചെയ്തതിൽ ഇതാണ് ഏറ്റവും ഹയർ സ്കോർ. അതെ, കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ആവട്ടെ മറ്റുള്ള പെർഫോമൻസുകളെല്ലാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഇനിയും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫിഡൽ. അങ്ങനെ ഇന്നും 3 കളർഫുൾ ആയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ ആസ്വദിച്ചു. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, നമ്മുടെ 5th സ്റ്റേജിൽ ഇനിയും നല്ല നല്ല പെർഫോമൻസുകൾ ഉണ്ട്. അതിനായി കുറച്ചുകൂടെ കാത്തിരിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് ഒരു റൈറ്റ് ഓപ്ഷൻ എപ്പോഴും ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ആയിരിക്കും. സോ this is me, Meghna, signing out from your favorite show, ITL World Junior Idol Season 2. Good night.